ഇപ്പോൾ വരുന്ന വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് താപനില ഉയരുകയാണ്. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയത്. കൊല്ലം, തൃശൂർ ജില്ലകളിൽ താപനില 40 ഡിഗ്രി വരെ ഉയർന്നു. കൂടുതൽ വിവരങ്ങളുമായി സനിസ ശോഭ ചന്ദ്രൻ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. സനിസ, മറ്റ് ജില്ലകളിലും നേരത്തെ പാലക്കാടായിരുന്നു 40 കടന്നു പോയതെങ്കിൽ മറ്റ് ജില്ലകളിലും ഇതുപോലെ ഉയർന്ന താപനിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതേ രുചീഷ്, ക്രമാതീതമായി കഴിഞ്ഞ 2 ആഴ്ചയിലേറെയായി താപനില ഉയരുന്ന ഒരു സാഹചര്യമാണ്. അത്തരത്തിലാണ് ഇപ്പോൾ 3 ജില്ലകളിൽ 40 ഡിഗ്രിയിലേക്ക് താപനില എത്തുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ 3 ജില്ലകളിലും ഉഷ്ണതരംഗ സാധ്യത മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് ഇപ്പോൾ ഓറഞ്ച് അലർട്ട്, ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പായിട്ടുള്ള ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബാക്കി ജില്ലകളിലൊക്കെ യെല്ലോ അലർട്ട് തുടരുന്ന ഒരു സാഹചര്യമാണ്. ഇന്നും നാളെയും തരംഗത്തിന് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ നൽകുന്നത്. കൂടാതെ തന്നെ പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ 41 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില. കൊല്ലം, തൃശൂർ ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസുമാണ് താപനില ഉയരാൻ സാധ്യതയുള്ളത്. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത്. കൂടാതെ കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് താപനിലയും, ആലപ്പുഴ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് താപനിലയും, തിരുവനന്തപുരത്ത് 36 ഡിഗ്രി സെൽഷ്യസ് താപനിലയുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ 2 മുതൽ 4 വരെ താപനില ക്രമാതീതമായി ഇവിടെ ഉയരാനുള്ള ഒരു സാധ്യതയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ വയനാട്, ഇടുക്കി ജില്ലകളിൽ നിലവിൽ അലർട്ടുകൾ ഒന്നും ഇല്ലെങ്കിൽ പോലും അവിടെയും 35 വരെയൊക്കെ താപനില ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ആകമാനം താപനില ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ്. എല്ലാ ജില്ലകളിലും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ നൽകുന്നത്. സൂര്യാഘാതത്തിനും സൂര്യതപത്തിനും നിർജ്ജലീകരണത്തിനും ഒക്കെയുള്ള സാധ്യത നിലവിലുണ്ട്. രാവിലെ 10 മുതൽ 3 മണി വരെ പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് ലഭിക്കുന്നത്. കൂടാതെ തന്നെ വെള്ളം ദാഹമില്ലെങ്കിൽ പോലും ധാരാളം കുടിക്കണം. ഈ ചൂട് ഉയരുന്നതിനനുസരിച്ച് കാട്ടുതീ വ്യാപിക്കാനും അതുപോലെ നഗരപ്രദേശങ്ങളിലും ഈ വേസ്റ്റുകൾ കൂടുതലായിട്ട് കൊണ്ടിടുന്ന ഇടങ്ങളിലുമൊക്കെ തീ വ്യാപിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്നും ഇത്തരത്തിൽ തീ വ്യാപിച്ചാൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നഗരപ്രദേശങ്ങളിലാണെങ്കിൽ ഫയർഫോഴ്സിനെയും വനപ്രദേശങ്ങളിലാണെങ്കിൽ ഫോറസ്റ്റ് ഓഫീസിനെയും അറിയിക്കണമെന്ന നിർദ്ദേശമാണ് ലഭിക്കുന്നത്. അത്തരത്തിൽ വൈദ്യുതി ഉപഭോഗം വർദ്ധിക്കുന്ന സാഹചര്യമാണ്. എന്നാൽ ജലക്ഷാമം, വരൾച്ചയിലേക്ക് സംസ്ഥാനം നീങ്ങുന്ന ഒരു സാഹചര്യമാണ്. താപനില ഉയരുന്നതുമായി ബന്ധപ്പെട്ട് സമസ്ത മേഖലകളിലും ഒരു പ്രതിസന്ധി ഘട്ടമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത്. രുചീഷ്.